അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സ്വർണ്ണാഭരണവുമായി അതാ സിനാൻ്റെ അടുക്കിലേക്ക് ജസീൽ പോകുമ്പോൾ വഴിയിൽ വെച്ച് പോലീസ് കൈകാട്ടുന്നു. കാരണം ഒരുപാട് ലഹരി മരുന്നുകളും ഡ്രഗ്സ് കാര്യങ്ങളുമെല്ലാം കൂടുതലായിട്ട് നടക്കുന്നത് കൊണ്ട് തന്നെ എല്ലാവരെയും ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണ് ജസീലും പിടിയിലായത്. എല്ലാവരെയും കൈ കാണിച്ച് നിർത്തി ചെക്ക് ചെയ്യുകയാണ് ഓരോ വാഹനങ്ങളും. ശരിക്കും ജസീൽ പേടിച്ചിരുന്നു. പഠിച്ചോനെ, ഞാൻ തെറ്റായിട്ട് റബ്ബേ, ഞാനൊന്നും കരുതിയിട്ടില്ല. എങ്ങനെയെങ്കിലും നിരപരാധിത്വം തെളിയിക്കുക എന്ത് മാത്രമേ എനിക്കുള്ളൂ. അല്ലാ, എന്നെ നീ കൈവിടല്ലേ റഹ്മാനെ. അതെ, 2 വാഹനം കഴിഞ്ഞാൽ പിന്നെ തന്നെയാണ് പരിശോധിക്കാനുണ്ടാവുക. ഈ സമയത്ത് ഷാഹിന അതാ അവൻ്റെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ ഫോൺ സ്വിച്ച് ഓഫ്. കാരണം അതിനിടക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചാൽ അവരത് കേൾക്കും എന്നുള്ളത് കൊണ്ട് തന്നെ. സിനാനും വിളിക്കുന്നുണ്ട്, പക്ഷെ സിനാനും കിട്ടുന്നേയില്ല. അടുത്ത ഊഴം അതാ തൻ്റെ തൊട്ടു മുമ്പിലുള്ള വണ്ടിക്കാരൻ്റെയാണ്. അതൊരു കാറായിരുന്നു. ആ കാറുകാരനോട് എന്തൊക്കെയോ കാര്യങ്ങൾ ചോദിക്കുന്നു. ഡിക്കി തുറക്കുന്നു, പരിശോധിക്കുന്നു. കാറിൻ്റെ സീറ്റുകൾ എല്ലാം നോക്കി പരിശോധിക്കുന്നു. അതെ, എവിടെയൊക്കെ തന്നെ ഒളിപ്പിച്ചു വെച്ചാലും അതൊന്നും കിട്ടാൻ ഒരു പ്രയാസമില്ല കേട്ടോ. അങ്ങനെ പല രീതിയിലും അതാ നടക്കുന്നുണ്ട് അന്വേഷണങ്ങളും കാര്യങ്ങളും. എന്നാൽ തൊട്ടടുത്തതായിട്ട് താനാണ്. റബ്ബേ അല്ലാ, എൻ്റെ കയ്യിലുള്ള ഈ ഒരു ബാഗ് അത് എന്തൊക്കെ തന്നെയാലും ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്താൽ തന്നെ വിലപിടിപ്പുള്ള ഡയമണ്ടും വിലപിടിപ്പുള്ള സ്വർണ്ണാഭരണങ്ങളും കാണും. ഇതെന്താണ്, ഇത് എവിടെ നിന്നാണ്, നിനക്ക് എങ്ങോട്ട് കൊണ്ടുപോകുന്നു എന്ന് ചോദിക്കും. അത് എൻ്റെ കൂട്ടുകാരൻ്റെ ഭാര്യയുടേതാണ് എന്ന് പറയുമ്പോൾ ഒരിക്കലും അവർ വിശ്വസിക്കില്ല. എന്നത് മാത്രമല്ല, പോലീസിൽ കംപ്ലൈൻ്റ് ഉണ്ടാവും ഇതിനെക്കുറിച്ച്. അങ്ങനെ കാണാതായ സ്വർണത്തിൻ്റെ പരാതി അതവർ ഏറ്റെടുത്തിട്ടുണ്ടാവും. അത് എന്തൊക്കെ തന്നെയാലും തൻ്റെ പേരിലായി വരും. അല്ലാ റഹ്മാനെ, പിന്നെ എനിക്ക് പുറം ലോകം കാണാൻ പറ്റില്ല. പഠിച്ചവനെ, നീ ഉണ്ടല്ലോ എൻ്റെ കൂടെ. എല്ലാം പടച്ച റബ്ബിൽ സമർപ്പിച്ചു. പഠിച്ചവനെ, നീ രക്ഷിക്കും, എനിക്കറിയാം. അതല്ല വിധി, ഞാൻ ജയിലിൽ കിടക്കുവാനും അഴി എണ്ണുവാനും ആണെങ്കിൽ. സിനാൻ പറഞ്ഞത് കേട്ടിട്ടുണ്ട്, ജയിലിൽ ഒരു പേപ്പറിൻ്റെ കഷ്ണമാണത്രേ കിടക്കാൻ കൊടുക്കുക. റബ്ബേ, ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല. പാവപ്പെട്ട ആ ചെക്കനെ ഒരുപാട് വിഷമിച്ചു. അള്ളാഹുവേ, ഇനിയൊന്ന് ശിക്ഷ കൊടുക്കല്ലേ അല്ലാ. ഈ സമയം അതാ ഷാഹിനയുടെ വീട്ടിൽ. ഷാഹിന, ഉമ്മ വിളിക്കുന്നു. അല്ല, ഇജ് എന്ത് കാര്യത്തിനാണ് അങ്ങോട്ട് ഗേറ്റിൻ്റെ അടുക്ക് പോയത്? ഇജ് കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. ഏയ്, ഞാൻ പറഞ്ഞല്ലോ ചക്ക, നിനക്കറിയില്ല ചക്ക ഒന്നും ആയിട്ടില്ലാന്ന്. ഇപ്പം തന്നെ ഈ മൂത്തക്കളെ നോക്കാം. എന്ത് കാര്യത്തിനാണ് പോയത്? ഏയ് ഒന്നുമില്ലമ്മ, ഉമ്മാക്ക് സമാധാനക്കേടുണ്ടായിരുന്നു. അല്ല, നിനക്ക് പുറത്തുള്ള ആരോട് എന്തെങ്കിലും ബന്ധമുണ്ടോ? സിനാൻ ഏതായാലും ഇവിടെ അല്ല. അനക്ക് അങ്ങനെ വല്ല ബന്ധമുണ്ടോ? കാരണം ഈ ഒരു പെണ്ണാണ്. പിന്നെന്ന് വെച്ചാൽ എൻ്റെ പുതിയാപ്പിള ഇവിടെ ഇല്ല. ഈ ഒരു സമയത്ത് നിനക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ടെങ്കിൽ തുറന്നു പറയട്ടോ. പിന്നെ ഞാനറിയാതെ വല്ലവരെയും പിടിച്ച് അകത്തെങ്ങാനും കയറ്റി കഴിഞ്ഞാലുണ്ടല്ലോ, എൻ്റെ സ്വഭാവം അറിയില്ല നിനക്ക്. അതേ, ഞാൻ പറഞ്ഞിട്ട് നിന്നോട് താഴേക്ക് കിടക്കാൻ. ഒരിക്കലും നീ മുകളിൽ കിടക്കുന്നത് ശരിയല്ല. അത് പല തെറ്റുകളും അവിടെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. എൻ്റെ മോൻ ഏതായാലും ഇല്ല. നീയൊക്കെ വിരുദ്ധത്തെയാണ്. ആർക്ക് എന്ത് പറഞ്ഞു കൊടുക്കാനാ നീ അങ്ങോട്ട് ചെന്നത്? അത് പറ. എന്താ ഉമ്മ നിങ്ങളീ പറയുന്നത്? അങ്ങനെയൊന്നുമില്ല, ഒരിക്കലുമില്ല. ആഹാ, പിന്നെന്താ? നിനക്കെന്താ ഒരു പരുങ്ങല്? ഏയ് ഒന്നുമില്ല, സത്യം പറ. ആരെങ്കിലും നിന്റെ മനസ്സിലുണ്ടോ? ആരെങ്കിലും അങ്ങോട്ട് വരാറുണ്ടോ? നിന്നോട് ആരൊക്കെയും ബന്ധമുണ്ടോ? ആരോടൊക്കെ ഫോൺ ചെയ്യണം, സംസാരിക്കണേ കേൾക്കാലോ. ഞാനൊന്നും നോക്കലും പറയുന്നില്ല. പിന്നെ വേണ്ടാത്ത പണിക്ക് നിൽക്കരുത് കേട്ടോ. ഈ വീടിന് പുറത്തായിരിക്കും എൻ്റെ സ്ഥാനം. അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പുറത്ത് പോവന്നാണ്. നിങ്ങളപ്പോൾ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നിട്ട് എനിക്കെന്ത് പ്രതിഫലം കിട്ടണത്? എനിക്കിവിടെ നിൽക്കണമെന്നൊന്നും ഒരു നിർബന്ധമില്ല. ഞാൻ പോവന്നാണ്. ഓഹോ, അപ്പം എന്തൊക്കെയോ കള്ളത്തരുണ്ടല്ലോ എൻ്റെ അടുത്ത്. ദേ, അനാവശ്യം പറയരുത് കേട്ടോ. റഷീദ് ഉമ്മക്ക് ഒരു മനസ്സമാധാനം ഇല്ലായിരുന്നു. പുറത്തെ ബാഗിലുണ്ട് ഡയമണ്ട് ആഭരണങ്ങളും അതെല്ലാം. എന്തൊക്കെ തന്നെയാലും ഷാഹിനെ കണ്ടുപിടിച്ചാൽ പിന്നെ പോയി. പിന്നെ എനിക്കെതിരെ ഉള്ള തെളിവിന് ഓള് ഒരു സാക്ഷിയാവും. ഷാഹിന, നല്ല രീതിയിൽ മര്യാദക്ക് ഇവിടെ നിൽക്കണം. എനിക്ക് നിൽക്കട്ടോ. അല്ലെങ്കിലേ
ഞാൻ പറഞ്ഞല്ലോ എനിക്കിവിടെ നിൽക്കാൻ ഒരു താല്പര്യമില്ല. ഇവിടെ നിന്നിട്ടെന്താ, എനിക്കൊരു മെച്ചമില്ല. ഓഹോ, അപ്പോൾ അതുകൊണ്ടായിരിക്കും ഈ ആണുങ്ങളൊക്കെ ആയിട്ട് സംസാരത്തിനൊക്കെ നിൽക്കണല്ലേ. ഉമ്മ നിങ്ങൾ എന്തേ പറഞ്ഞത്? ഏത് ആണുങ്ങളായിട്ടാണ് നിന്നത്? മോളെ അതൊക്കെ ഞാൻ കേൾക്കണു അറിയണൊക്കെ ഉണ്ട്. ഈ ഫോണിൽ കൂടെ എന്തൊക്കെയാണ് ചോദിക്കലും പറയലും വർത്താനം പറയലും ഒന്നും ഞാൻ കേൾക്കണില്ല എന്ന വിചാരം. ഉമ്മ നിങ്ങൾ എന്ത് കണ്ടു എന്നാ പറഞ്ഞത്? അതെ, റഷീദ് എല്ലാ കള്ളത്തരങ്ങളും കണ്ടുപിടിക്കട്ടോ. നിങ്ങൾ എങ്ങനെയൊക്കെ തന്നെ ഇതാക്കാൻ ശ്രമിച്ചാലും അതൊക്കെ കണ്ടുപിടിക്കും. എന്നാൽ ഈ സമയം അതാ ജസീലെ, അല്ലാ പഠിച്ചോനെ, ആ കാറും ചെക്കിങ് കഴിഞ്ഞു. എന്ത് പേര് പറഞ്ഞത്? ജസീലിനെ അതാ വിളിപ്പിച്ചുകൊണ്ട് സാറ് ചോദിക്കുന്നു. നേരത്തെ ചോദിച്ചത് വേറൊരു സാറായിരുന്നു. ഈ സാറിനെ കണ്ടാൽ തന്നെ ഒരു നിമിഷം പേടിപ്പോവും. എന്താടാ നിനക്കൊരു പരുങ്ങല്? എന്താ പേര് പറഞ്ഞത്? എൻ്റെ പേര് ജസീല്. ജസീൽ, ഓക്കെ. എങ്ങോട്ട് പോകുന്നു? ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ അടുക്കലേക്ക്. എന്തിനു പോകുന്നു? വീട്ടിലേക്ക്. വീട്ടിലേക്കല്ലേ? എന്തിനു പോകുന്നു? ഇതെന്താണ് ഇതിനകത്ത്? അത് സർ, കുറച്ച് പ്ലേറ്റ്സും ഗ്ലാസ്സൊക്കെയാണ്. അത് ഇന്ന് ഇഫ്താർ. അവൻ ചെറിയ രീതിയിൽ ഒരു നുണ പറഞ്ഞൊപ്പിച്ചു. ആണോടാ? സാറ് അതെടുക്കുമെന്ന് തോന്നി. സാറത് അതാ ആ ബാഗ് എടുക്കുന്നു. ഓഹോ, ഇതിലെ പ്ലേറ്റ്സ് ഗ്ലാസ് അങ്ങനെയൊക്കെ അല്ലേ? വിശ്വസിക്കാവോ? എടാ ഒന്ന് ഓപ്പൺ ചെയ്തേ. അത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി മറ്റൊരു പോലീസുകാരനോട് അതാ പറയുന്നു. മറ്റൊരു പോലീസുകാരൻ വന്ന് ഓപ്പൺ ചെയ്യുന്നതിനിടയിൽ അതാ ഹെൽമറ്റ് വെക്കാതെ ഒരു വാഹനം അതുവഴി പോകുന്നു. പോലീസിനെ കണ്ട് പേടിച്ച് വിറച്ച അവന് നിയന്ത്രണം വിട്ട് ആ ഒരു ബൈക്ക് അവിടെ തെന്നിമറിയുകയായിരുന്നു. പോലീസുകാർ അങ്ങോട്ടോടി. പോലീസിനെ കണ്ട് പേടിച്ചതാ, ഹെൽമെറ്റ് വെച്ചിട്ടില്ല. കണ്ടില്ലേ, ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഈ ഒരു സമയത്ത് ഇവിടെ നിൽക്കുന്നത്. ഒരു നിമിഷം ജസീലിനെ എന്ത് പറയണം എന്ത് ചെയ്യണം എന്നായിപ്പോയി. അല്ലാ, ഒരുപക്ഷെ നീയായിട്ടായിരിക്കും എനിക്ക് ഈ ഒരു അവസരം തന്നത്. പോലീസുകാരെല്ലാം അതാ അവിടെ ഓടിക്കൂടിയിരിക്കുന്നു. ആ ഒരു ചെക്കൻ്റെ തലയിൽ നിന്ന് രക്തം ധാരധാരയായി ഒഴുകുന്നു. പെട്ടെന്ന് അവനെ രക്ഷിക്കുവാനുള്ള തയ്യാറെടുപ്പിൽ എല്ലാ പോലീസുകാരും അങ്ങോട്ടെത്തുന്നു. ജസീൽ മറ്റൊന്നും ആലോചിച്ചില്ല. അവനതാ വാഹനം സ്റ്റാർട്ട് ചെയ്ത് വളരെയധികം പെട്ടെന്ന് തന്നെ കുതിച്ചു പായുന്നു, ഒന്നും നോക്കാതെ. അത്രക്കും സ്പീഡിലായിരുന്നു അവൻ നോക്കി പോയിക്കൊണ്ടിരുന്നത്. അപ്പോഴേക്കും അതാ ആക്സിഡന്റ് പറ്റിയ ആളെ എല്ലാവരും വാഹനത്തിലേക്ക് പിടിച്ചു കയറ്റുവാനും എല്ലാത്തിനും ഒരുങ്ങി നിൽക്കുകയാണ്. ഒരുപാട് വാഹനങ്ങൾ അതുവഴി അങ്ങനെ രക്ഷപ്പെട്ടു. കൂട്ടത്തിൽ അതാ ജസീലും. പഠിച്ചോനെ, അല്ലാ റഹ്മാനെ, രക്ഷപ്പെട്ടു എന്നേ ഒരിക്കലും വിചാരിക്കുന്നില്ല. പക്ഷേ തൊട്ടപ്പുറത്ത് ഇവർ അവിടെ ഫോൺ കോൾ ചെയ്തിട്ടുണ്ടാവും. വിവരങ്ങൾ അറിഞ്ഞാൽ അവിടെയോ ചെക്കിംഗ് ഉണ്ടാവും. പടച്ച റബ്ബേ, ഇനി എന്ത് ചെയ്യും? സിനാൻ പ്രാണനം കൊണ്ട് ഓടുന്ന പോലെ. അല്ലാ, ഈ ഒരു സംഭവം എവിടെയെങ്കിലും ഇടാതെ എന്തൊക്കെ തന്നെയാലും തന്നെ പിടിക്കപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. റബ്ബേ, എവിടെ ഇതെറിയാ? അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കിയില്ല. ഹോ, തൽക്കാലം മൂത്രമൊഴിക്കാൻ ഇറങ്ങുന്ന പോലെ ഒന്നിറങ്ങിയാലോ? അല്ലാതെ എന്തൊക്കെ തന്നെയാലും അപ്പുറത്ത് പോലീസ് ഉണ്ടാകും. വീടുപണി നടക്കുന്ന ഒരു ബിൽഡിങ്. അത് ഇപ്പോഴൊന്നും അടുത്തതായിട്ട് തുടങ്ങിയതായിട്ടൊന്നും തോന്നുന്നില്ല. എല്ലാം ഓപ്പണാണ്. ഒരു നിമിഷം അവൻ വാഹനത്തിൽ നിന്നിറങ്ങി ആ ഒരു ബാഗും കൊണ്ട്. പഠിച്ചോനെ, അല്ലാ, 3/4 കോടിയോളം രൂപ വരുന്ന ഒരു സ്വർണ്ണാഭരണത്തിൻ്റെ ബോക്സാണിത്. റഹ്മാനെ, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാ. ഇവിടെ വഴിയുടനീളം പോലീസാണ്, ഒരു രക്ഷയില്ല. അവൻ പെട്ടെന്ന് തന്നെ അത് ആ ബാഗുമായി ഇറങ്ങി ആ ഒരു വീടിൻ്റെ സൈഡ് ഭാഗത്ത് കൂട്ടിയിട്ടിരിക്കുന്ന ആ മെറ്റൽ പതുക്കിയൊന്ന് നീക്കി അത് അതിനുള്ളിൽ വെച്ച് ആ ഒരു ബാഗ് അതിനുള്ളിൽ ഭദ്രമായി വെച്ച് അറിയാത്ത രീതിയിൽ പോരുന്നു. അവൻ വാഹനത്തിൽ കയറി. അല്ലാ പഠിച്ചോനെ, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാ. നേരെ മുന്നോട്ട് പോകുന്നു. വിചാരിച്ച പോലെ തന്നെ കുറച്ചപ്പുറത്തായിട്ട് അതാ വീണ്ടും പോലീസുകാർ കൈ കാണിക്കുന്നു, നിർത്തുന്നു. ബുക്കും പേപ്പറും ലൈസൻസും ചോദിക്കുന്നു. നൈസായിട്ട് അവനതാ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. പലരും കുടുങ്ങുന്നു. അവൻ്റെ മനസ്സിൽ അത് മാത്രമായിരുന്നു ഭയം. പഠിച്ചോനെ, പഠിച്ച റബ്ബേ, അല്ലാ റഹ്മാനെ, അള്ളാഹുവേ, നീ കാത്തുരക്ഷിക്കണമല്ല. പഠിച്ചോനെ, ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര കഷ്ടപ്പെടുന്നത്. ഒരു നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ടാണ്. ആ മെറ്റലെങ്ങാനും നീക്കിയാൽ, ഹേയ്, അതിപ്പോഴൊന്നും പണി നടക്കുന്ന
വീടെല്ലാം തോന്നുന്നു. എങ്കിലും ഒരുപാട് അവിടെ കൂട്ടിയിട്ടിട്ടുണ്ട്. ഒരു പക്ഷേ ഞാനിത് ഇവിടെ വെച്ച് കൊണ്ടുപോയാൽ എന്തൊക്കെ തന്നെയാലും ചെക്കിംഗ് വരും. നേരത്തെ എങ്ങനെയോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. ആ ബാഗ് തുറക്കടാ എന്ന് പറഞ്ഞപ്പോഴേക്കാണ് ഒരാളവിടെ ആക്സിഡൻ്റ് ആയത്. അല്ല, ആ കുട്ടിക്ക് നീ ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യണേ റഹ്മാനെ എന്ന് പ്രാർത്ഥിച്ചിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും അതാ എടാ, നമ്മുടെ ആ ഒരു ഭാഗത്ത് നേരത്തെ അവിടെ ഒരു ആക്സിഡൻ്റ് ആയില്ലേ, ആ കുട്ടിക്ക് സീരിയസ് ആണെന്ന് തോന്നുന്നു. അല്ല പഠിച്ചോനെ, കൂടെ ഉണ്ടായിരുന്ന ഒരു ബൈക്കുകാരനായിരുന്നു അത്. അതേടാ, സീരിയസ് ആണ്. പെട്ടെന്ന് തന്നെ സിനാൻ്റെ അടുക്കലെത്തണം, കാര്യങ്ങളെല്ലാം പറയണം. ജസീൽ കുതിച്ചു പായുകയാണ്. സിനാൻ അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. എടാ സിനു. എന്താടാ, എന്തു പറ്റി? എന്താ സംഭവിച്ചത്? എവിടെ ആഭരണം? അത് എടാ, പിന്നെ ആഭരണം എന്ന് വെച്ചാൽ അത് പറയടാ, എന്തു പറ്റി? എന്നാൽ ഈ സമയം ജസീൽ അതാ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തത് ഓണാക്കുന്നു. അപ്പോഴും അവൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹലോ ഹലോ ജസീൽ, എന്താ ഒന്നും പറയാത്തത്? എന്താ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നത്? എന്താ ആഭരണവുമായി എങ്ങോട്ട് നീ പോയത്? നീ അതുമായി മുങ്ങിയോ? പ്ലീസ്, അത് ചെറിയൊരു ഇഷ്യൂസ് ഉണ്ട്. അതിൽ നിന്ന് ഒരു തരി പൊന്നെങ്ങാനും നഷ്ടപ്പെടട്ടെ, ഞാൻ നിനക്ക് വെച്ചിട്ടുണ്ട്. എന്തു പറ്റി? നീ എന്തെങ്കിലും പറഞ്ഞ് ഒഴിവാകാൻ നോക്കല്ലേ പ്ലീസ്. നീ എന്താണ് ഇങ്ങനെ? അത് ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആക്കിയത്? അത് ഷൈന പ്ലീസ്, പോലീസ് ചെക്കിംഗ് ഉണ്ടായിരുന്നു. പോലീസ് ചെക്കിങ്ങോ? റബ്ബേ, എന്നിട്ട്? പോലീസ് ചെക്കിങ്, അവിടെ നിന്ന് രക്ഷപ്പെടണ്ടേ? എന്നിട്ട് എല്ലാവരും എടുത്തോ? എല്ലാവരും എടുത്തോ എന്ന് ചോദിച്ചാൽ എന്താ ഞാൻ പറയാം? എനിക്ക് എങ്ങനെയെന്നറിയില്ല. ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ട ആ ഒരു രംഗം. അല്ല, ശരിക്കും രക്ഷപ്പെട്ടിട്ടുണ്ടോ? പെണ്ണെ എന്താ? എന്നിട്ട് സിനാനെ ഏൽപ്പിച്ചോ? അത് ഇല്ല. പിന്നെ അതെവിടെ? അത് ഞാൻ മറ്റൊരിടത്ത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഒരിക്കലും ഈ ദിവസം ആഭരണങ്ങളുമായി കടത്താൻ പറ്റാത്ത ദിവസമായിരുന്നു. കാരണം എന്താന്ന് വെച്ചാൽ എന്തൊക്കെ തന്നെയാലും അവർ ചെക്ക് ചെയ്യും. പിന്നെ പഠിച്ച റബ്ബിനെ വിളിച്ചു. എന്നിട്ട് ജസീൽ എന്തു പറ്റി? അല്ലാ, ആ ആഭരണങ്ങൾ വല്ലാത്ത ബുദ്ധിമോശമായിപ്പോയി. ഞാനങ്ങനെ ചെയ്തത്. എന്താ എന്നിട്ടെന്താ? ആഭരണങ്ങൾ അവിടെ എടുത്തിട്ടുണ്ട്. പഠിച്ചോനെ, എന്തൊരു ബുദ്ധിമോശമാണ് നീ ചെയ്തത്. അത്രക്കും വിലപിടിപ്പുള്ള ആഭരണങ്ങളൊക്കെ പാതി വഴിയിൽ അവിടെ വെച്ചോന്നോ? അത് പിന്നെ എന്ത് ഞാൻ ചെയ്യാം? ഒന്നും സംഭവിക്കില്ല. അതാരെങ്കിലും കണ്ടിരുന്നെങ്കിൽ എന്തിനു നന്നായിരുന്നു. വല്ലാത്തൊരു കഷ്ടം തന്നെ പഠിച്ചോനെ. ഷാഹിന് ശരിക്കും ഇടങ്ങാറായി. പഠിച്ച റബ്ബേ, അല്ല നീ കാത്തു രക്ഷിക്ക് പഠിച്ചോനെ. ഞാൻ എന്താ ചെയ്യാം? അവൾക്ക് സമാധാനമുണ്ടായിരുന്നില്ല. ഷാഹിന, ഉമ്മയുടെ വിളി. എന്താ ഇങ്ങനെ കുന്നന്തേള് പായണ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പായണേ? ഒന്നുമില്ല ഉമ്മ. ഇവിടെ നിന്നെങ്ങാനും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു തരി പൊന്നെങ്ങാനും കിട്ടിയോ? അതെന്താടി? അല്ലേ, എൻ്റെ കാതത്ത് കമ്മല കണ്ടില്ലേ, പൊട്ടിപ്പോയിക്കണ്. ഉമ്മ ഇവിടെ ഇവിടെ ഉണ്ടോ നോക്കി നടക്കുകയാണ്. അവൾ ഓരോ ഒഴിവ് കഴിവുകൾ പറഞ്ഞ് അവിടെ നിന്ന് നൈസായിട്ട് മുങ്ങുകയാണ്. അവൾക്ക് സമാധാനമുണ്ടായിരുന്നില്ല. പഠിച്ച റബ്ബേ, ഞാനായിട്ടാണ് ഇതിന് മുൻകൈ എടുത്തത്. റഹ്മാനെ, എൻ്റെ കാരണം കൊണ്ട് ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടും വരരുതേ അല്ലാ. ഷാഹിന ശരിക്കും പേടിച്ചിട്ടുണ്ട്. പഠിച്ച റബ്ബേ, നീ കാത്തു രക്ഷിക്ക് റഹ്മാനെ. ഇനിയിപ്പോൾ പോലീസുമാരെ ഇല്ല, ഏത് നിമിഷവും എന്നെ കൊണ്ടുപോകും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതായത് പോലീസ് എന്തൊക്കെ തന്നെയാലും എന്നെ കണ്ടു, എൻ്റെ വീട് കണ്ടു. വൈകാതെ എനിക്കുള്ള അറസ്റ്റ് ഉണ്ടാകും, അത് ഉറപ്പാണ്. അതിൽ മറ്റൊന്നും പറയാനില്ല. റബ്ബേ പഠിച്ചോനെ, ഈ ആഭരണം നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി? എവിടുന്ന് കൊണ്ടുപോകുന്നു? ആര് തന്നു? എന്തൊക്കെ ചോദിക്കുമ്പോഴും ഞാൻ തന്നെയായിരിക്കും അതിൻ്റെ പ്രതി. കാരണം ആഭരണം കിട്ടിയത് എനിക്കാണ്. അതെല്ലാം കെട്ടിക്കൂട്ടി വെച്ചത് ഞാനാണ്. അവിടെ കൊണ്ടുപോയി വെച്ചത് ഞാനാണ്. അല്ലാ, ഒക്കെ ഞാൻ തന്നെ ചെയ്തു. ഇനി എന്തൊക്കെ തന്നെയാലും എൻ്റെ നേർക്ക് തന്നെ കേസ് വരും. ഏത് നിമിഷവും താൻ പിടിക്കപ്പെടും. റബ്ബേ, ഞാൻ എന്ത് ചെയ്യും? റഹ്മാനെ, അള്ളാഹുവേ, നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്തത്, ഒരിക്കലും തിന്മയ്ക്ക് വേണ്ടിയിട്ടല്ല. പഠിച്ചോനെ, നീ കാത്തു രക്ഷിക്ക്. അവൾ മനം നൊന്ത് ദുആ ചെയ്തു. എന്നാൽ ഈ സമയം അതാ സിനാനും ജസീലും, എടാ ഇന്ന് രാത്രിയെങ്കിലും പോയിട്ട് നമുക്ക് എടുക്കണം കേട്ടോ, ഒരു സൈറ്റിലാണ് വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ഇടയിലാണ് മെറ്റലിലാണ്, നമുക്ക് എന്തായാലും വേണ്ടില്ല. പഠിച്ചോനെ, ആരുടെയും കണ്ണിലെങ്ങനെ പെട്ടോ? എടാ ഹേയ്, കണ്ണിലൊന്നും പെട്ടിട്ടുണ്ടാവില്ല. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞ് വെച്ച് പോന്നിക്കണം. നമുക്ക് കുറച്ച് നേരം വൈകിട്ട് ഇൻഷാ അല്ലാഹ് പോയി നോക്കാം. തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ്റെ വാക്കുകൾ കേട്ട് സിനാന് അല്പം ആശ്വാസം തോന്നി.
പക്ഷേ ഷാഹിനക്ക് ഇപ്പോഴും കറക്റ്റായിട്ട് വിവരങ്ങളൊന്നും ലഭിക്കാത്തത് കൊണ്ട് തന്നെ അവളാകെ ടെൻഷനിലാണ്. അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. റബ്ബേ, അവൾ ഫോൺ വിളിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് അവനതാ ഫോൺ എടുക്കുന്നു. ഹലോ, എന്താ ജസീല ഇത്? എന്ത് പണിയാണ് നിങ്ങളീ കാണിക്കുന്നത്? ഏയ് ഒന്നുമില്ല, അത് സുരക്ഷിതമായ സ്ഥലത്തുണ്ട്. ഒരിക്കലും പോലീസിൻ്റെ കൈകളിൽ അത് പെട്ടിട്ടില്ല. പഠിച്ചോൻ കാത്തു, അല്ല എന്താ? ഹോ എൻ്റെ റബ്ബേ! അപ്പോഴാണ് അവൾക്ക് ശ്വാസം നേരെ വീണത്. പഠിച്ചോനെ, അൽഹംദുലില്ലാ റബ്ബേ! ഹോ, അപ്പോൾ പോലീസിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടിക്കണ്. ഹോ, എന്തൊക്കെ തന്നെയാലും അല്ലെങ്കിൽ നമ്മൾ അള്ളാഹു സുബ്ഹാനഹു തആലയോട് കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ എല്ലാം നടക്കും എന്നാണല്ലോ. അതുകൊണ്ട് തന്നെയാണ്, അത് ഉറപ്പാണ്. അപ്പോഴും അവൾ അള്ളാഹുവിനെ സ്തുതിച്ചു. ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.